സ്വന്തം കുഞ്ഞിനെന്ന പോലെ വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തിന് ഒരു പിണ്ണാക്കും തന്നില്ല. അനേവർക്കും വണക്കം. ഒന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അപ്പോൾ യൂണിയൻ ബജറ്റ് 2024 നമ്മളുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണല്ലോ. അല്ല, ഇതിങ്ങനെ ഇരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടാണ്. ഒന്നാമത്തത്, നമ്മളുടെ കേരളത്തിൽ പ്രധാനമായിട്ടുള്ള രണ്ട് കൂട്ടർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തത് നമ്മളുടെ ട്രേഡേഴ്സാണ്. ഓഹരി വിപണി, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് നടത്തുന്നവരുണ്ടല്ലോ, അതിൻ്റെ ടാക്സുകൾ കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ തന്നെ മറ്റൊരു പണി കിട്ടിയ മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരില്ലേ. നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. കേരളത്തിലെ എയർപോർട്ടിൽ നിന്നും സ്വർണവുമായിട്ട് മലയാളിയെ പിടിച്ചു എന്നും പറഞ്ഞില്ലേ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതിനെയൊക്കെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ജസ്റ്റ് പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ഒറ്റ വരി പറഞ്ഞു പോവുകയാണ്. അല്ലാതെ എല്ലാം നമ്മൾ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമോ അതൊന്നും അല്ലല്ലോ. നിങ്ങൾക്കും കേൾക്കേണ്ടത് എന്താണ്, എല്ലാ കാര്യങ്ങളും ജസ്റ്റ് കുഞ്ഞായിട്ട് കേട്ട് പോകണം, അങ്ങനെയല്ലേ. അങ്ങനെ കുറച്ച് അത്യാവശ്യം കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കേട്ടുകൊള്ളുക. ഒന്ന്, നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക്, കേരളത്തിലെ നല്ല കേട്ടോ, ഇന്ത്യയിൽ സ്വർണ്ണ കള്ളക്കടത്ത് ചെയ്യുന്നവർക്കെല്ലാം പണി കൊടുക്കാനായി കേന്ദ്ര സർക്കാർ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്? കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുകയാണ്. സ്വർണം എന്ന് പറയുന്ന വസ്തുവിന് എല്ലാ രാജ്യത്തും അതിൻ്റെ ഇന്റർനാഷണൽ മാർക്കറ്റിനെ ബന്ധപ്പെട്ട് തന്നെയാണ്. അതിൽ വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കളി വരുന്ന ടാക്സിലാണല്ലേ. ടാക്സ് കുറഞ്ഞ രാജ്യത്തിൽ നിന്ന് സ്വർണം മേടിച്ചിട്ട് ടാക്സ് കൂടിയ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടും. ഈ ടാക്സ് അങ്ങോട്ട് കുറച്ച് കളഞ്ഞു. കസ്റ്റംസ് ഡ്യൂട്ടി അഥവാ ഇമ്പോർട്ടിംഗ് ടാക്സ് എന്നുള്ളത് 15% നിന്ന് 6% ആക്കി. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് സ്വർണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം 15% എന്ന് പറയുമ്പോൾ നല്ല പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാമായിരുന്നു. അതാണ് നേരെ 6% ആക്കിയത്. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ ഈ ജൂലൈ 1 തീയതി ഭാരതീയ ന്യായ സംഹിതയൊക്കെ നിലവിൽ വന്നല്ലേ. ഇത്രയും കാലം കള്ളക്കടത്ത് നടത്തിയ സ്വർണം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയ നൂലാമാലകളൊന്നും ഇല്ലായിരുന്നു. അതിന് പിടിക്കും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. പിന്നീട് ടാക്സ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർണം വിട്ട് കിട്ടും. നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല, പോലീസ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കേസ് എടുക്കാനൊക്കെ പോലീസിന് കുറച്ച് പവർ കുറവായിരുന്നു. പക്ഷേ പുതിയ നിയമം ഉണ്ടല്ലോ, ഭാരതീയ ന്യായ സംഹിത, അതിലൊരു വകുപ്പുണ്ട്, സെക്ഷൻ 111, ഓർഗനൈസ്ഡ് ക്രൈം ഒക്കെ വരുന്നത്, അതായത് സംഘടിത കുറ്റകൃത്യമൊക്കെ വരുന്നൊരു ക്രൈമാണ്. ഈ ഒരു വകുപ്പിൽപ്പെടുത്തി അതിന് സബ്സെക്ഷൻ ഉണ്ട് കേട്ടോ, 111, 1, 2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു സബ്സെക്ഷനിൽ പെടുത്തിയിട്ട് ഈ സ്വർണ്ണ കള്ളക്കടത്തിനെ ഒരു സംഘടിത കുറ്റകൃത്യമായിട്ട് കാണാനും തടവ് എത്രയെന്നറിയാമോ, അതിൻ്റെ ശിക്ഷ എത്രയെന്നറിയാമോ? ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ശിക്ഷയാക്കി മാറ്റി. മാത്രമല്ല, ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം രൂപ പിഴയും ചാർത്താൻ പറ്റും കോടതിക്ക്. ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ, നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടിയതാണ് പറയുന്നത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയാണെങ്കിലും യൂണിയൻ ബജറ്റ് ആണെങ്കിലും കൃത്യമായിട്ട് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, ഇത് ചെയ്യാതിരിക്കുക. എടുക്കുന്ന റിസ്ക് ഭയങ്കര ഹെവിയാണ് അല്ലെ. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവപര്യന്തം തടവി പോകേണ്ടി വരും. റിവാർഡും കുറഞ്ഞു. അവിടുന്ന് മേടിച്ച സാധനം ഇവിടെ വിറ്റാൽ പണ്ടത്തത്രയും ലാഭം, ആ ഒരു മാർജിൻ കുറഞ്ഞു, 15 നിന്ന് 6 ആയി. അപ്പോൾ ഇത് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത്, ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിനെ സംബന്ധിക്കുന്ന അവർക്കിട്ടുള്ളൊരു പണിയാണല്ലേ, നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. പണി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലും ടാക്സ് കൂട്ടിയിട്ടുണ്ട്. എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്നേ ദിവസം നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ സ്റ്റോക്കുകൾ മേടിക്കുകയാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടും ആകും കേട്ടോ, അത് സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടോ മേടിക്കുകയാണ്. അത് നിങ്ങൾ വിൽക്കുന്നത് 1 വർഷം കഴിഞ്ഞിട്ട് അഥവാ 365 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ 300 ദിവസമായപ്പോഴാണ് വിറ്റത് എങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കുറവും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കൂടുതലുമായിരിക്കും. അപ്പോൾ നിലവിലുള്ളത് രണ്ടും ഒന്നുകൂടെ ഉയർത്തിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് പറഞ്ഞുതരാം. ഇത്രയും കാലമുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 15%. അതായത് നിങ്ങൾ ഒരു സ്റ്റോക്ക് മേടിച്ചു, അത് വില കൂടിയപ്പോൾ വിറ്റു, അപ്പം തന്നെ പ്രോഫിറ്റ് എടുത്തു. അങ്ങനെ സ്വിംഗ് ട്രേഡ് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് 300 ദിവസം ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുകയാണ്. ഇതൊക്കെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ലാഭത്തിൻ്റെയാണ് കേട്ടോ, ടോട്ടൽ നെറ്റ് പ്രോഫിറ്റിൻ്റെയാണ്. അതിൻ്റെ 15% കഴിഞ്ഞ വർഷം വരെയെങ്കിൽ ഇപ്പോൾ അത് പുതിയ ബജറ്റിൽ അത് 20% ആക്കിയിട്ടുണ്ട്. അതായത് 15 നിന്ന് 20 ആക്കി. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് 1 വർഷത്തിന് ശേഷം നിങ്ങൾ ഒരു ഓഹരി മേടിച്ച് 1 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നത്. ആദ്യത്തെ 1 ലക്ഷത്തിന്, അതായത് തൊട്ട് മുമ്പുള്ള വർഷം വരെയുള്ള കാര്യമാണ് പറയുന്നത്, ആദ്യത്തെ 1 ലക്ഷത്തിന് ഒരു തരത്തിലുള്ള ടാക്സും കൊടുക്കണ്ടായിരുന്നു. ബാക്കി വരുന്ന എമൗണ്ടിന് 10% ടാക്സ് ആയിരുന്നു അടക്കേണ്ടിയിരുന്നത് അല്ലേ. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ 1 ലക്ഷം എന്നുള്ളത് 1,25,000 ആയി. പക്ഷേ ബാക്കിയുള്ള എമൗണ്ടിനെല്ലാം തന്നെ 10% അടക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അടയ്ക്കേണ്ടത് 12.5%. അതായത് വർധന മനസ്സിലായല്ലോ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് 15 നിന്ന് 20 ആയി മാറി, ലോങ് ടേമിന്
10 12.5 മാറി. ഇനി ബാക്കിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോക്കാം. ബജറ്റ് അവതരണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ ഒരു ഫിനാൻസ് മിനിസ്റ്ററും സംഘവും നേരെ രാഷ്ട്രപതിയുടെ ഓഫീസിലേക്ക് പോകും, എന്നിട്ടാണ് പാർലമെന്റിൽ വരുന്നത്. അങ്ങനെയൊക്കെയുണ്ട്, അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് അവതരിപ്പിച്ച് തുടങ്ങിയത് അല്ലേ. ജനങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് 11:07 തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തം. തീർച്ചയായിട്ടും നമ്മൾ GDP-യിലുള്ള ഗ്രോത്തുകൾ ഒക്കെ കാണാൻ പറ്റും. ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതായിരുന്നു ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബജറ്റ് ശരിക്കും തൊഴിൽ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബജറ്റ് കൂടിയായിരുന്നല്ലോ. അതായത് നമുക്കറിയാം തൊഴിൽ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തൊക്കെ. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ ഈ ഒരു തൊഴിൽ മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് നല്ല പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു പ്രധാന പ്രഖ്യാപനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏകദേശം 11:10 ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്കും അതുപോലെ തന്നെ നൈപുണ്യ മേഖലയ്ക്ക്, ഈ സ്കിൽ ഡെവലപ്മെന്റ് മേഖലയ്ക്കൊക്കെ വേണ്ടി അനുവദിച്ചിട്ടുള്ളത് 1.48 ലക്ഷം കോടിയാണ്. അത് എത്ര എണ്ണം ചിന്തിക്കുക, 1.48 കോടി എന്നല്ല, 1.48 ലക്ഷം കോടി. അതായത് 1.48 ലക്ഷം എന്ന് എഴുതുക, എന്നിട്ട് 1 കോടി കൂടെ അത്രയും 0 കൂടി ഇടുക. അത്രയും വലിയൊരു എമൗണ്ട് ആണ് ഈ ഒരു എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് മേഖലയ്ക്കായിട്ട് ഈ ഒരു ബജറ്റിൽ അലോട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് പണപ്പെരുപ്പത്തെ പറ്റിയായിരുന്നു, ഇൻഫ്ലേഷനെ പറ്റിയിട്ടാണ്. ഇൻഫ്ലേഷൻ വലിയൊരു പ്രശ്നമാണ്. അതൊരു കൃത്യമായിട്ടൊരു കൺട്രോളിൽ നമ്മൾ നിർത്തേണ്ടതുണ്ട്. 4 ± 2 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡൊക്കെയാണ് RBI മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ഒരു 4 എന്ന് പറയുന്ന ഒരു ഫിഗറിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞ വർഷം ഇൻഫ്ലേഷൻ സംഭവിച്ചത് ആ ഒരു 4 എന്ന് പറയുന്ന ശതമാനത്തിൽ. അത് ഏറ്റവും നല്ലൊരു ശതമാനം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ശതമാനമാണ് 4 എന്ന് പറയുന്നത്. ഇത് തീരെ കുറഞ്ഞു പോകാനും പാടില്ല, ഇത് കഴിഞ്ഞിട്ട് കൂടാനും പാടില്ല. കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്നുള്ളത്. അതെന്തായാലും നമ്മുടെ രാജ്യം കൈപ്പിടിയിൽ ഒതുക്കുക തന്നെ ചെയ്തു. അടുത്തത് 4 കോടി യുവജനങ്ങളെ, യങ്സ്റ്റേഴ്സിനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു നൈപുണ്യ വികസന പദ്ധതിയാണ്. അപ്പോൾ അത് 4 കോടി യുവജനങ്ങൾ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസനം. അതുപോലെ തന്നെ 80 കോടി ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജന പ്രയോജനപ്പെടുത്തും. ഇവിടെ നമ്മുടെ രാജ്യം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് തിയറട്ടിക്കൽ നോളജുമായിട്ട് പഠിച്ച് പല സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് സ്കില്ലില്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ സ്കില്ല് കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ജോലിയാണെങ്കിൽ, അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും സ്കില്ല് കൊണ്ട് അവർക്ക് ജീവിതത്തിൽ വലിയ സക്സസ് ആകാറുണ്ടല്ലേ. അപ്പോൾ അതിനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഇതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അടുത്തത് കർഷകർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാനുള്ള കൃഷികൾ അവർക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. കാർഷിക മേഖലയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് 1.52 ലക്ഷം കോടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് എഴുതി നോക്കുക, അത് വലിയൊരു എമൗണ്ട് ആണ്. അതുപോലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ പല ഇൻ്റർവ്യൂസിനും ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. എന്തോരം ജനങ്ങളാണ് ഇടിച്ചുകുത്തി ഓരോ ഇൻ്റർവ്യൂസിന് നിൽക്കുന്നത് കാണുന്നതല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ അതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. നമ്മുടെ ലുലുവിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കഷ്ടപ്പെട്ട് ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് പേര് ഒരു രക്ഷയില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ഒരു യങ്സ്റ്റർ, എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് സഫർ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഈ ഒരു ബജറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ, അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിലൂടെ ആ ഒരു സ്കില്ല് പഠിച്ചെടുത്ത് പുതിയ ജോലിയിലേക്ക്, ഒരു തൊഴിൽ അവർക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ 5 വർഷം കൊണ്ട് 20 ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം, അത് സെറ്റായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കാര്യങ്ങൾ എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്തത് എന്താണ്? ഒന്ന്, കർഷകരുടെ പ്രശ്നം. 2, യുവാക്കളെ സംബന്ധിക്കുന്ന, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിക്കുന്ന, തൊഴിലില്ലായ്മയെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ, 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം. അത് വളരെ ടാക്സ് കുറച്ചിട്ടുള്ള വിദ്യാഭ്യാസ വായ്പയൊക്കെ ആയിരിക്കും. മറ്റേത് ബാങ്കുകൾ കൊള്ള ചെയ്യുന്ന പോലെയല്ല. ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അടുത്തത്, കൂടുതൽ വർക്കിംഗ് വിമൺ ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാക്കും. വർക്കിംഗ് വിമൺ ഹോസ്റ്റലുകൾ നമുക്ക് ഒരു കമ്പനിയിൽ സ്ത്രീകളെ ആവശ്യമാണ്, അവർക്ക് താമസിക്കാനുള്ള പ്ലേസ് ആവശ്യമാണല്ലേ. നമുക്ക് കേരളമായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നിങ്ങൾ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ വർക്കിംഗ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഹോസ്റ്റലുകളൊക്കെ വളരെ വിരളമായിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് വലിയ ടെക് സിറ്റീസിലല്ലേ. ഇപ്പോൾ ഹൈദരാബാദും ഗുജറാത്തൊക്കെ ഭയങ്കര ടെക് സിറ്റിയായി മാറി, അവിടെയല്ല ഞാൻ പറയുന്നത്. ബാക്കിയുള്ള അത്യാവശ്യം ചെറിയ നഗരങ്ങളിലൊക്കെ ഈ സാധനം കാണില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് താമസിച്ച് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും വരുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഉന്നമനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത്, ബീഹാറിൽ പുതിയ വിമാനത്താവളം. ഇതിൽ കോളടിച്ച ബീഹാറാണ് കേട്ടോ. ബീഹാറിൽ പല സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബീഹാറിലെ വിമാനത്താവള പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷ ബഹളം. ഇതിൽ പ്രതിപക്ഷം എന്തൊക്കെ ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബജറ്റിലെ പ്രഖ്യാപനത്തിൽ എന്തിനാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് കവർ ചെയ്യുന്നില്ല. ഈ ബജറ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ തന്നെ അതൊരു 2 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന വികസനത്തിന് ധനസഹായം 15,000 കോടി രൂപ
ആന്ധ്രാപ്രദേശിന് കൊടുത്തു. കേരളത്തിന് വല്ലതും തന്നോ? കേരളത്തിനൊന്നും തന്നിട്ടില്ല കേട്ടോ, സത്യമാണ്. കേരളത്തിന് തന്നിട്ടില്ല. ഇപ്പോൾ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുത്തല്ലേ, പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല. ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്ക് വൻ പ്രഖ്യാപനങ്ങൾ. അടുത്ത പോയിന്റ് അതാണ്. അതായത് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അതുപോലെ പല പ്രഖ്യാപനങ്ങളും ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതായത് അടുത്ത പോയിന്റും അതാണ്. ഞാനിങ്ങനെ താഴത്തുനിന്ന് മുകളിലേക്കാണ് വായിക്കുന്നത്, ആ ഒരു ടൈം സ്കെയിൽ അനുസരിച്ച്. അതായത് രാവിലെ തുടങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് ബീഹാറിലെ ഹൈവേ വികസനത്തിന് എത്ര ഫണ്ടാണ് അലോട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ? 26,000 കോടി. എത്ര? 26,000 കോടി ബീഹാറിന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ. തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ലൊരു കാര്യമല്ലേ, കാരണം അവരെയൊക്കെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പദ്ധതികളൊക്കെ കൈ നീട്ടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. MSMEകൾക്ക് പ്രത്യേക പരിഗണന. MSME എന്നൊക്കെ പറയുന്നത് ചെറുകിട മീഡിയം ലെവലിലുള്ള ഈ ഓൺട്രപ്രീനർഷിപ്പ്, അതായത് ചെറുകിട വ്യവസായം എന്ന് നമ്മൾ പറയത്തില്ല, ഇതൊക്കെയാണ് ഈ ഒരു MSMEയിൽ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈടില്ലാത്ത വായ്പ നൽകും. ഇതിനായി പ്രത്യേക സഹായ ഫണ്ട് എന്ന പേരിൽ 1000 കോടി രൂപ വിലയിരുത്തുന്നുണ്ട്. നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുകിട സംരംഭകരൊക്കെ തുടങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആകട്ടെ. ഇത് പ്രഖ്യാപിച്ച മാത്രം പോലെ അവർക്ക് ഉപകാരപ്പെടണമല്ലേ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അടുത്തത് ഒരു അടിപൊളി കാര്യമായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. മുദ്രാ ലോണിന്റെ പരിധി കൂട്ടി. മുദ്രാ ലോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുകിട ബിസിനസ് തുടങ്ങണം. അപ്പോൾ നിങ്ങൾ വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ചെറിയ കമ്പനി ആയിട്ടോ ഒക്കെ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് മുദ്രാ ലോൺ അപേക്ഷിക്കായിരുന്നു. അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷമായിരുന്നു. പക്ഷേ ഈ ബജറ്റിൽ അത് 20 ലക്ഷമായിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഇപ്പോൾ എനിക്ക് നാളെ ഒരു ചെറിയൊരു സംരംഭം, ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പ് തുടങ്ങണമെങ്കിൽ എനിക്ക് ഈ ലോൺ പ്രകാരം 20 ലക്ഷം വരെ എനിക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അടുത്തത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്തുള്ള 500 പ്രധാനപ്പെട്ട വൻകിട കമ്പനികളുമായിട്ട് കേന്ദ്ര സർക്കാർ ഒരു ടൈപ്പ് ഉണ്ടാക്കുകയും ഈ കമ്പനികൾക്ക്, അതായത് 500 ഓഫീസ് എന്നല്ല, ഒരു കമ്പനി എടുത്താൽ തന്നെ അവർക്ക് എന്തോരം സ്ഥാപനങ്ങൾ കാണുമല്ലോ എവിടെയായിട്ട്. ഇപ്പോൾ MRF ടയറിനെ എടുക്കുക, അതിൻ്റെ നിർമ്മാണ യൂണിറ്റ് എന്തോരം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 500 കമ്പനീസിൻ്റെ കേന്ദ്രങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾക്ക്, നമ്മളുടെ സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. ഇന്റേൺഷിപ്പ് തുകയായിട്ട് 5000 രൂപയും നിങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിലുള്ള പാർട്ട് ടൈം ജോലികളെ പറ്റി പറയാറുണ്ടല്ലോ. ഇപ്പോൾ സർക്കാർ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇവിടെ. കൂടാതെ രാജ്യത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ വരികയാണ്. വലിയ ടെക് പാർക്കുകൾ ഉണ്ടല്ലോ, അത് വരികയാണ്. 12 വ്യവസായ പാർക്കുകൾ. എത്ര? 12 എണ്ണം. അത് വരുമ്പോൾ തന്നെ എത്രയോ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് ഉറപ്പായിട്ടും തൊഴിൽ ലഭിക്കും. അടുത്തത് EPF എൻറോൾമെന്റ് പിന്തുണ. EPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഡന്റ് ഫണ്ടാണ്. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്തായാലും അവർക്ക് EPFന്റെ പിന്തുണ കിട്ടും. അത് കൂടുതൽ നോക്കണം കേട്ടോ. 1 കോടി ഭവനങ്ങൾ നഗരങ്ങളിൽ 1 കോടി ഭവനങ്ങൾ നിർമ്മിക്കും. പാർപ്പിട പദ്ധതികൾക്കായി 10 ലക്ഷം കോടി നീക്കിവെച്ചു. എത്ര? 10 ലക്ഷം കോടിയാണ്. അതായത് നിങ്ങൾ 10 ലക്ഷം എഴുതുക, എന്നിട്ട് 10 ലക്ഷത്തിൻ്റെ അപ്പുറത്തേക്ക് 1 കോടിക്ക് എത്ര പൂജ്യമാണോ ഉള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുക. അതാണ് 10 ലക്ഷം കോടി എന്നുള്ളത് കേട്ടോ. അതായത് ഈ പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടില്ലാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ, ഈ പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നഗരങ്ങളിൽ തന്നെ 1 കോടിയോളം, ഇന്ത്യയിലെ നഗരങ്ങളിലായിട്ട് 1 കോടിയോളം വീട് വെച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അതായത് 1 കോടി കുടുംബങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസമായിട്ട് മാറുകയാണ്. 1 കോടി കുടുംബങ്ങൾക്ക്. നല്ലതല്ലേ? പിന്നെ അടുത്ത പോയിന്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇന്റേൺഷിപ്പിനെ പറ്റിയിട്ടാണ്. സ്റ്റൈഫൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ്. കൃത്യമായിട്ട് ഞാൻ വായിക്കാം പോയിന്റ്. രാജ്യത്തെ 500 പ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ഒരുക്കും. 5000 രൂപ സ്റ്റൈഫൻഡ് നൽകും. 6000 രൂപ ഒറ്റത്തവണയായി നൽകും. പരിശീലനത്തിലുള്ള ചിലവും 10% സ്റ്റൈഫൻഡും കമ്പനികൾ വഹിക്കണമെന്ന് ബജറ്റിൽ ധനമന്ത്രി. ഊർജ്ജ പദ്ധതികൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സോളാർ പോലുള്ള സിസ്റ്റംസ് ഒക്കെ ഇല്ല, അതുപോലത്തെ എനർജി പരിപാടിയൊക്കെ ഇല്ല, അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബീഹാറിന് പ്രളയ സഹായം. ബീഹാറിന് പ്രളയ ദുരന്തം നേരിടാൻ ബീഹാറിന് 11,500 കോടി, 11,500 കോടി രൂപ വീണ്ടും ഇതിൻ്റെ അകത്ത് അനുവദിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീഹാറും ആന്ധ്രയും കുറെ കൊണ്ടുപോയിട്ടുണ്ട് അവർ. എൻ്റെ പൊന്നു, എന്തൊക്കെ കാണണം. അടുത്തത് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന ഫേസ് 4 ആണ്. എന്താണ് ഗ്രാമ സഡക് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലകളിൽ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 25,000-ഓളം വരുന്ന ഗ്രാമീണ മേഖലകളിൽ റോഡ് നിർമ്മിക്കുമെന്നാണ് പുതിയ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഏത് ഗ്രാമീണ മേഖലകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും റോഡ് കാണും. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. അവിടുത്തെ പ്രധാന നഗരങ്ങളിലൊക്കെ വളരെ വെൽ ബിൽട്ട് ആയിട്ടുള്ള റോഡ് തന്നെയുണ്ട്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ പൊതുവെ കുറവാണ്. അപ്പോൾ ആ ഒരു 25,000-ഓളം വരുന്ന ഗ്രാമീണ മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി പ്രകാരം റോഡ് നിർമ്മാണം ആരംഭിക്കുന്നത്. അടുത്തത് ഏതിനാണെന്ന് പിടികിട്ടിയല്ലോ, ബീഹാറിലെ 2 ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം. ലോകോത്തര വിനോദസഞ്ചാര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അതായത് അവിടുത്തെ ടെമ്പിൾസ് മെയിൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ട്, അതായത് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫണ്ട് ഈ ഒരു ബജറ്റിൽ നീക്കിയിരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബീഹാർ കുറെ കൊണ്ടുപോയി. അടുത്തത് കേട്ടുകൊള്ളുക, പ്രളയ ദുരിതം കേരളം പട്ടികയ്ക്ക് പുറത്ത്. തൊട്ടുമുമ്പ് വായിച്ച പോയിന്റുകളൊന്ന്
പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ട് ബീഹാറിന് 11,500 കോടി കൊടുത്തു എന്നാണ് അല്ലേ. ഇപ്പോൾ പ്രളയ ദുരന്തം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ കേരളമില്ല. ബീഹാർ, ആസാം, ഹിമാചൽ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് പദ്ധതിക്കായി പരിഗണിച്ചത്. പ്രളയം കേരളത്തെ സാമ്പത്തികമായിട്ട് എത്രത്തോളമാണ് നെഗറ്റീവായി ബാധിച്ചതെന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. പക്ഷേ അത് വലിയൊരു കഷ്ടമായി പോയി. നമ്മുടെ സംസ്ഥാനത്തെ അവഗണിച്ച പോലെ, തീർച്ചയായിട്ടും അവഗണിച്ച പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും. അതായത് നമ്മളുടെ ആധാരം, മുന്നാധാരം, പിന്നാധാരം, മറിച്ചാധാരം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ഓൾറെഡി ഡിജിറ്റലൈസ് ചെയ്തല്ലോ. ഡിജി ലോക്കറിൽ കയറിയിട്ട് എന്താണെങ്കിലും നമുക്ക് ഡിജിറ്റൽ കോപ്പി കിട്ടും. പാൻ കാർഡ്, ഈ ആധാർ, അങ്ങനെ പിന്നെ എന്താ ഡ്രൈവിംഗ് ലൈസൻസ്. ഇപ്പോൾ നമ്മൾ ലൈസൻസ് ഒന്നും കൊണ്ടു കിടക്കണം, നമുക്ക് ഫോണിൽ കാണിച്ചാൽ മതിയല്ലോ. ഡിജി ലോക്കറിലെ പരിവാഹൻ ആപ്ലിക്കേഷനിലോ നമ്മുടെ ലൈസൻസ്, ഇൻഷുറൻസ്, ടാക്സ്, പൊല്യൂഷൻ, പിന്നെ RC എല്ലാം നമുക്ക് മൊബൈലിൽ കാണിക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ, മറ്റേ മുന്നാധാരം, പിന്നാധാരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളില്ലേ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തത് NPS വാത്സല്യ അഥവാ നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യ. നാഷണൽ പെൻഷൻ സ്കീമിനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചോട്ടോ. നമുക്കൊക്കെ വളരെ തുച്ഛമായ പൈസയ്ക്ക്, ഇപ്പോൾ വളരെ കുഞ്ഞ് പൈസ ഇപ്പോൾ മാസാമാസം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, സാധാരണ നമ്മൾ എപ്പോഴാണ് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് അന്ന് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിരിക്കും. അടിപൊളി സ്കീം തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വാത്സല്യ എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് ചെറിയ അവരുടെ പേരിൽ നിക്ഷേപം നടത്താൻ പറ്റും ഈ ഒരു സ്കീമിലൂടെ. നല്ലൊരു പദ്ധതിയാണ്. കർഷകർക്കായിട്ടുള്ള ഒരു ധനസഹായം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രാജ്യത്ത്, 6,000 രൂപയായിരുന്നു. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അത് 6,000 രൂപ തന്നെയാക്കി മുമ്പോട്ട് പോവുകയാണ്. കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും. ഇപ്പോൾ പല സാധനങ്ങൾക്കും കസ്റ്റംസ് ഡ്യൂട്ടി കൂടുതലാണ്, ചില സാധനങ്ങൾ കുറവാണ്, അങ്ങനെ പല ആക്ഷേപങ്ങളും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു പുനഃപരിശോധന നടത്തിയിട്ട് വീണ്ടും ഒരു പക്ഷേ തയ്യാറാക്കിയേക്കാം. എന്തായാലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കുറച്ച് കേട്ടോ, 15-ൽ നിന്ന് 6 ആക്കി. അതുപോലെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കി. നമുക്കറിയാം അത് വളരെ ഒരു അനുഗ്രഹമാണ്. ക്യാൻസർ ബാധിച്ച് ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ രാജ്യത്തും നമ്മളുടെ നാട്ടിലും കേരളത്തിലൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണിത്. അടുത്തത് പഴയ പെൻഷൻ പദ്ധതികളുടെ മാറ്റമില്ല. ഇത്ര നാൾ എങ്ങനെയാണോ പെൻഷൻ സ്കീംസ് മുമ്പോട്ട് പോയിരുന്നത്, ഇപ്പോൾ നാഷണൽ പെൻഷൻ സ്കീം ആയാലും അല്ലെങ്കിൽ എനിക്കൊന്ന് എംപ്ലോയീസിൻ്റെ പെൻഷൻ അതിൻ്റെ അകത്താണ് വരുന്നതെന്ന് അറിയില്ല, അതിലൊന്നും എന്തായാലും ഒരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. പിന്നെ നമുക്കൊരു സന്തോഷ വാർത്ത നമ്മളെപ്പോലുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെയും ചാർജറിൻ്റെയും വില കുറയും. ചാർജറിനൊക്കെ അത്രയും വില വരുമോ? തീർച്ചയായിട്ടും. ഞാൻ പണ്ട് S21 അൾട്ര എടുത്ത സമയത്ത് അതിൻ്റെ അകത്ത് ചാർജറില്ല. ചാർജർ മേടിക്കണമെങ്കിൽ ഏതാണ്ട് 2,000 രൂപ ഏതാണ്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ മൊബൈൽ ഫോണിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് ഇപ്പോൾ പൊതുവെ അല്ല, ഇതുപോലെ ഹൈ എൻഡ് ഫോൺസിന്. അപ്പോൾ മൊബൈൽ ഫോൺസിനും ചാർജറിനും വില കുറയുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് കൂടി, അതായത് നല്ല സ്പെക്കുള്ള നല്ല ക്യാമറയൊക്കെ ഉള്ള മൊബൈൽ ഫോൺസ് ഉപയോഗിക്കാൻ സഹായമാകും. നല്ലൊരു കാര്യം. ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലേക്ക് പോവാം, വ്ളോഗറായി പോവാം. അങ്ങനെ നമുക്ക് അതിൽ നിന്നും പൈസ സമ്പാദിക്കുകയാണെങ്കിൽ ചുമ്മാ പറഞ്ഞാൽ കേട്ടോ. പക്ഷെ അങ്ങനെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് പണ്ട് സാംസങ് J5 എന്ന് പറയുന്ന ഗാലക്സി J5 എന്ന് പറയുന്ന ഒരു ഫോണിൽ നിന്നാണ്. അത് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ യൂട്യൂബ് ട്രൈ ചെയ്യുക. എങ്ങാനും ക്ലിക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തലവരെ മാറും. അപ്പോൾ നല്ല കാര്യമാണ്. അടുത്തത് ലെതർ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. ഇപ്പോൾ നമ്മൾ ചെരുപ്പ്, ബാഗ് ഇതൊക്കെ ലെതറിൻ്റെ മേടിക്കാറുണ്ടല്ലേ, അതിന് എന്താണ് അത്രയും, ചിലതിനൊക്കെ നല്ല വിലയായിരിക്കും. നല്ല കമ്പനിയുടെ ലെതർ പ്രോഡക്ട്സിന് നിങ്ങൾ 5,000, 10,000 അല്ലെങ്കിൽ 25,000 രൂപയുടെ ആ ഒരു ലെതർ ബാഗുകളൊക്കെ ഉണ്ട്, കൂടിയ കമ്പനിയുടെയൊക്കെ അല്ലേ. അപ്പോൾ ഇതിന് വില കുറയുന്നതായിട്ട് അല്ലെങ്കിൽ അതിന് കുറയുമെന്നാണ് ഈ ഒരു ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പ്ലാസ്റ്റിക്കിൻ്റെ വില കൂടും. പ്ലാസ്റ്റിക്കിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട്. നല്ലൊരു കാര്യമല്ല. കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ കടക്കാർക്കൊക്കെ കിറ്റൊക്കെ മേടിക്കണമെങ്കിൽ അതിന് വില കൂടും. ഇപ്പോൾ പാക്ക് ചെയ്യുന്നവർക്ക് പ്ലാസ്റ്റിക് അതിന് വില കൂടും. അങ്ങനെ വില കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് ബദലായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആക്രിക്കാർ അത് കൂടുതൽ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് പണ്ടത്തെക്കാളും കൂടുതൽ ഇത് കിട്ടുമല്ലേ. അപ്പോൾ മലിനീകരണം കുറയ്ക്കുക. ഇപ്പം നമ്മളറിയാലോ, തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചറിയാമല്ലോ, പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. അടുത്തത് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള വിലക്കുറവാണ്. ഈ വിലക്കുറവ് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ മീനിനുള്ള തീറ്റയൊക്കെ ഇല്ലേ, മീനിനുള്ള തീറ്റ, അത് ഏത് മീനാകട്ടെ, അല്ലെങ്കിൽ ചെമ്മീനുള്ള തീറ്റയൊക്കെ ഇല്ലേ, ഈ തീറ്റയ്ക്ക് വില കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോർക്കും അത് കുറച്ച് അങ്ങനെയല്ല, വലിയ ഫാം നടത്തുന്ന, വലിയ ചെമ്മീൻ കെട്ടൊക്കെ നടത്തുന്ന അങ്ങനത്തെ ടീമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് തീറ്റയ്ക്ക് മാത്രമായിട്ട് നല്ലൊരു തുകയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ടാക്സ് ആയിരുന്നല്ലേ, അതാണ് ഇവിടെ ഇപ്പോൾ കുറച്ചിട്ടുള്ളത്. അടുത്തത് ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള നികുതി ഒഴിവാക്കും. നിങ്ങളൊരു ചാരിറ്റി വർക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അടുത്തൊരു കാര്യം, ആദായ നികുതി റിട്ടേൺ, ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യാറുണ്ടല്ലോ, ഇൻകം ടാക്സ് റിട്ടേൺ എന്നാണ് പറയുന്നത്. ഇത് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിമിനൽ നടപടിയില്ല. പണ്ട് ഇൻകം ടാക്സ് വൈകി എന്ന് പറഞ്ഞ് വൈകിയാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാനായിട്ട് IT വകുപ്പിന് പറ്റുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ബജറ്റ് അനൗൺസ് ചെയ്ത സമയം 12:24 ആയപ്പോഴേക്കും നമ്മളുടെ നിഫ്റ്റിയൊക്കെ ഇടിയുന്നതായിട്ട്, നിഫ്റ്റി സെൻസെക്സ് ഒക്കെ ഇടിയുന്നതായിട്ടാണ് കാണാൻ പറ്റിയത്. ബജറ്റ് പ്രഖ്യാപനം തുടങ്ങിയതോടെ ഓഹരി സൂചികളിൽ നേരിയ ഇടിവ്. അതേസമയം കാർഷിക മേഖലകളിലെ കമ്പനികൾക്ക് നേട്ടം. ഈ കമ്പനികളുടെ ഓഹരികൾ 10% വരെ നേട്ടമുണ്ടാക്കി. കാരണം കാർഷിക മേഖലയ്ക്ക് ഒരുപാട്
ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഏതായിരുന്നു, കാർഷിക വിദ്യാഭ്യാസ മേഖലകളായിരുന്നില്ലേ. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒരുപാട് നേട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഷെയറിന്റെ പ്രൈസ്, അതിന്റെ വില കൂടിയിട്ടുണ്ട്. അടുത്തത് പേഴ്സണലി സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, സ്റ്റാർട്ടപ്പുകളില്ലേ, ഈ സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ, അവർക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലെന്തിനാണ് ഞാൻ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പുതിയ യുവജനങ്ങൾ അതിലേക്ക് കടന്നു വരികയും അത് വലിയ കമ്പനിയായിട്ട് മാറുകയും ഒക്കെ ചെയ്യും നമ്മൾ സന്തോഷത്തോടെ കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഈ ഒരു എഞ്ചിനീയർ കഴിഞ്ഞൊക്കെ കുറച്ച് വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം സ്റ്റാർട്ടപ്പുകളിലേക്കുള്ള അവരുടെ ഫോക്കസ്, അവർ എന്താണത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. സ്റ്റാർട്ടപ്പുകളുമായിട്ട് കംപ്ലീറ്റ് നമ്മൾ ഇടകലർന്ന് വർക്ക് ചെയ്തുകൊണ്ട് അവർക്കൊരു നേട്ടം ഉണ്ടാകും എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പേഴ്സണലി സന്തോഷമുള്ള കാര്യമാണ്. പ്രധാനമായിട്ടും ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ട്. അതായത് ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പിന് എന്തായാലും ഇൻവെസ്റ്റ്മെന്റുകൾ, നിക്ഷേപങ്ങൾ കിട്ടുമല്ലോ. ഈ നിക്ഷേപങ്ങൾ കിട്ടുമ്പോൾ ഇതിന്റെ ഫെയർ വാല്യൂ ഉണ്ടാവുമല്ലോ ഈ സ്റ്റാർട്ടപ്പിന്റെ, ഇതിനേക്കാളും കൂടുതലായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. പക്ഷേ ഈ ഫെയർ വാല്യൂവിനേക്കാളും 30% കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ടാക്സ് അവിടെ കെട്ടേണ്ടതുണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ടാക്സ് കെട്ടണമെന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാണല്ലേ. ആ ഒരു ടാക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറയുമ്പോഴേക്കും അവർക്കൊക്കെ ഇങ്ങനെ ദീർഘശ്വാസം വലിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. സ്റ്റാർട്ടപ്പുകൾ, കോടികൾ മാനേജൊക്കെ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളിലൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞ് നമുക്കറിയാം അത്രയും വളർന്നു തന്നെ കേട്ടോ സ്റ്റാർട്ടപ്പ്. അപ്പോഴാണ് ഇവർക്ക് ഏഞ്ചൽ ടാക്സിന്റെ ചൂട് മനസ്സിലാകുക. അപ്പോൾ ആ ഒരു ചൂട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കോരി ഒഴിച്ച് നിർമ്മലാ സീതാരാമൻ തന്നെ കെടുത്തിയിട്ടുണ്ട്. ക്രൂയിസ് ടൂറിസത്തിന് പ്രോത്സാഹനം, നമ്മൾ മറ്റേ ആഡംബര കപ്പലുകളിൽ ആ ഒരു യാത്രയില്ലേ, കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന കടൽ കൂടെയുള്ള യാത്ര, അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ചെയ്യുന്നുണ്ട്. വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ ആഭ്യന്തര ക്രൂയിസുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പുതിയ സംരംഭം അല്ലെങ്കിൽ പദ്ധതി ഇതിൻ്റെ അകത്ത് പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ കമ്പനികൾക്ക് ഇന്റർനാഷണലി ഓപ്പറേറ്റീവ് ആണെങ്കിൽ അതിനുള്ള ടാക്സും അതും ഇതൊക്കെ വലിയ കൂടുതലാണ്, അവർക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇങ്ങോട്ട് വരാത്തതല്ലേ. ആ ഒരു സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇന്റർനാഷണൽ കമ്പനിയാണ്, വിദേശത്തുള്ള കമ്പനിയാണ്, നിങ്ങളിവിടെ ആഭ്യന്തരമായിട്ട് ലോക്കലായിട്ട് സംഭവം ഓപ്പറേറ്റ് ചെയ്തു എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുകയാണ്. വിദേശ കമ്പനികളെ നമ്മുടെ രാജ്യത്തേക്ക് ആകർഷിക്കാനുള്ള പല പദ്ധതികളുമാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നല്ലൊരു കാര്യമാണ്, എല്ലാ വിദേശ സ്ഥാപനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് 35% കുറച്ചു എന്നുള്ളതാണ്. നല്ലൊരു കാര്യം അവരെ സംബന്ധിച്ച്. അല്ലെങ്കിൽ അത്രയും ടാക്സാണ് ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതൽ കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യും നമ്മുടെ രാജ്യത്ത്, കൂടുതൽ വിദേശ കമ്പനികളെ അത് രാജ്യം നമ്മൾ ആകർഷിക്കും. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാ ബജറ്റിലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇൻകം ടാക്സ് സ്ലാബുകളാണല്ലേ. സ്ലാബുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം. 3 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. പുതിയ നികുതി സമ്പ്രദായത്തിൽ, അതായത് പുതിയ റെജീമിൽ 50,000 രൂപ വരെയാണ് ഇത്രയും കാലം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടായിരുന്നത്. അത് 75,000 രൂപയ്ക്ക് ഉയർത്തി. നല്ലൊരു കാര്യമാണ്. ഉച്ചയ്ക്ക് 12:30യോട് കൂടിയിട്ട് ബജറ്റ് അവതരണം പൂർത്തിയായി. ഞാൻ ഈ ബജറ്റൊക്കെ കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീഹാറിനെ സ്വന്തം കുഞ്ഞിനെന്ന പോലെ വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തിന് ഒരു പിണ്ണാക്കും തന്നില്ല. കൃത്യമായിട്ട് അങ്ങനെ പറയേണ്ടി വരും, ഒരു പിണ്ണാക്കും തന്നില്ല. പ്രളയ സഹായമായിട്ട് ബീഹാറിന് കൊടുത്തത് 11,500 കോടിയോ മറ്റോ ആണ്. കേരളത്തിന് എന്ത് തന്നു? കേരളത്തിന് തന്നോ പ്രളയ സഹായം? ഇല്ല. ഈ ഒരു പ്രളയം കാരണം സാമ്പത്തികമായിട്ട് വളരെയേറെ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടെ കേരളം എന്നുള്ളത്. അതിന് ഒരു പുല്ലും കൊടുത്തില്ല. നമ്മൾ മലയാളികളെ ഒഴിവാക്കിയ പോലെ, തീർച്ചയായിട്ടും അവഗണിച്ച പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പച്ചയായിട്ട് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു 2024 ബജറ്റിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മേഷൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.